നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ഉള്ളിലെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഊർജ്ജം വേണം. അതുപോലെ തന്നെ വളർച്ചയ്ക്ക് വേണ്ട ധാതുലവണങ്ങൾ, വൈറ്റമിൻസ് ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് കുട്ടികളും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. രാവിലത്തെ പ്രഭാത ഭക്ഷണം ചിലരൊക്കെ 2 ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. ചിലർ അതൊന്നും അധികം ശ്രദ്ധിക്കാതെ ഒരു ബണ്ണ് അല്ലെങ്കിൽ ഒരു റസ്ക് ഇതൊക്കെ മാത്രം കഴിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല, പ്രഭാത ഭക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാ ധാതുലവണങ്ങൾ, വൈറ്റമിൻസ് ഇതെല്ലാം അടങ്ങിയ പാല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ, പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിലും അതുപോലെ തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ ഇപ്പോഴല്ല മനസ്സിലാവുന്നത്, കുറേ അധികം പ്രായമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇതൊന്നും നിസ്സാരമാക്കരുത്. ഭക്ഷണം എന്ന് പറയുന്നത് അത് എന്തെല്ലാം തരത്തിലുള്ളത് വേണമെന്നുള്ളത് നമുക്കിന്ന് പഠിക്കാം. ശ്രദ്ധിക്കുക. ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ബയോളജിയുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയാണിത്. നമുക്ക് ശ്രദ്ധിക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജഷൻ, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, സ്ട്രക്ചർ ഓഫ് വില്ലസ്, സ്ട്രക്ചർ ഓഫ് ബ്ലഡ്, ഹെർട്ട് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പോഷകാഹാരങ്ങളുടെ ദഹനങ്ങളും പ്രവർത്തനങ്ങളും. അതായത് ഈ ദഹന വ്യവസ്ഥ, ദഹനം, പോഷകാഹാരങ്ങളുടെ ആഗിരണം, വില്ലസിൻ്റെ ഘടന, ഹൃദയാരോഗ്യം, പിന്നെ ചെടികളുടെ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട. ഫുഡ് പ്ലേറ്റ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് റൈസ് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമുക്ക് കിട്ടുന്നത് ന്യൂട്രിയൻസ്. കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച് ഇത് കിട്ടുന്നുണ്ട്. എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസ്, പൾസസ്, എഗ്ഗ്, ഫിഷ്, മിൽക്ക് ഇത് കഴിക്കുന്നുണ്ട്. പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. അതെന്താണ് എന്ന് പറഞ്ഞാൽ ഫോർ ദ ഗ്രോത്ത്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. റിസോൾവിങ് വെയർ ആൻഡ് ടിയർ. പിന്നെ മീറ്റ്, എഗ്ഗ്, മിൽക്ക്, ഓയില്. ഇപ്പോൾ ഫാറ്റ്, ലിപ്പിഡ് ഇത് കിട്ടുന്നുണ്ട്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഫിഷ്, വിറ്റമിൻസ് കിട്ടുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രിങ്ക്സ്, വാട്ടർ കിട്ടുന്നുണ്ട്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഇതെല്ലാമാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് നോക്കാം. ഓൾ ദ ഡയറ്ററി പാറ്റേൺസ് ഓഫ് people in various parts of the world are different. For health, food must contain nutrients such as carbohydrates, proteins, fats, minerals and vitamins in addition to fiber and water. A balanced diet is a diet that provides all the nutrients in the right proportion. അതായത് ഈ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണെങ്കിലും ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ നാരുകൾ, വെള്ളം, കൂടാതെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, ധാതുക്കൾ, വൈറ്റമിൻസ് എന്നിവയും അത്യാവശ്യമാണ്. ഇതാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അതായത് എല്ലാ പോഷകങ്ങളും ഒരേപോലെ, അതായത് നമുക്ക് വേണ്ട തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അത് കൃത്യമായിരിക്കണം. ഓൾ ന്യൂട്രിയൻസ് റൈറ്റ് പ്രൊപ്പോർഷനിൽ ഉണ്ടായിരിക്കണം. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അണ്ടർലൈൻ ഒരു പാരഗ്രാഫ്. അടുത്തത് ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദോസ് ഇൻ ദ ഗ്രോവിംഗ് ഏജ് ടു ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ദ ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സീഡ്സ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, pulses, meat, etc. should be included in the diet. Fruits and vegetables contain plenty of vitamins, minerals, other nutrients and fibers. The concept of food plate is helpful for healthy life. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫിന് ഇങ്ങനെയൊക്കെയുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വളരെ അത്യാവശ്യമാണ്. കാരണം ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് വളരെ വിമുഖതയായിരിക്കും. കാരണം അവർക്ക് കുസൃതിയാണ്, അവർക്ക് ഓടി നടന്ന് കളിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം. ഭക്ഷണം കഴിക്കുന്നതിനോട് വളരെ വിമുഖതയായിരിക്കും. ചിലപ്പം പാലോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ, ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് അവരിങ്ങനെ നടക്കും, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കും. പക്ഷേ അത് പോരാ. എ ഫുഡ് പ്ലേറ്റ് കൺസിസ്റ്റസ് ഓഫ് ഹാഫ് എ പ്ലേറ്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എ ക്വാർട്ടർ ഓഫ് cereals, a quarter of protein rich foods and a glass of milk or dairy products. പാലില്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളും കഴിക്കാം. There is an increase in consumption of junk food among children today. Such food items are high in calories and low in nutritional value.
കുട്ടികൾക്കൊക്കെ ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, റെഡി ടു ഈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഹൈ കലോറിയാണ്, അതിനകത്തെങ്ങും പ്രോട്ടീനോ ഒന്നും വൈറ്റമിൻസോ ഒന്നും തന്നെ ഇല്ല തന്നെ. സച്ച് ഫുഡ് ഐറ്റംസ് ആർ ഹൈ ഇൻ കലോറീസ് ആൻഡ് ലോ ഇൻ ന്യൂട്രീഷണൽ വാല്യൂ. ദിസ് ലീഡ്സ് ടു ഇൽനേഴ്സ് ആൻഡ് അതർ ഹെൽത്ത് പ്രോബ്ലംസ്. അതൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനേ ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങി കഴിക്കരുത്. അങ്ങനെയുള്ള വെള്ളം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അതൊന്നും വാങ്ങി കഴിക്കരുത്. സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മോർ കോമൺ എമംഗ് ചിൽഡ്രൻ. അതുകൊണ്ട് ഇപ്പോൾ ഇതൊരു ചോദ്യമായിട്ട്, രണ്ട് ചോദ്യമായിട്ട് വരും. ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡ് കഴിക്കരുതെന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യമാണ്. ദിസ് കോസസ് മെയിൻ പ്രോബ്ലംസ് ലൈക്ക് ഫാറ്റിക്, downsides, lack of attention in studies and loss of memory. So children need to get used to proper dietary habits. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഈ ഭക്ഷണശീലം നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട്. അതായത് പഴങ്ങൾ, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, ധാതുക്കളുണ്ട്, പോഷകങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ആശയം ആരോഗ്യകരമായിട്ടൊരു ജീവിതത്തിന് സഹായകമാണ്. ഒരു ഫുഡ് പ്ലേറ്റ് എന്നാൽ അര പ്ലേറ്റ് പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങളുടെ 4/1, പ്രോട്ടീൻ ഭക്ഷണങ്ങളുടെ 4/1, ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നം. ഇത് കുട്ടികൾക്കിടയിൽ ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. ഭക്ഷണങ്ങളുടെ ഉയർന്ന കലോറിയും എന്നാൽ കുറഞ്ഞ പോഷകവുമില്ല. അതൊന്നും നമ്മുടെ ശരീരത്തിന് വളരെ കേടുണ്ടാക്കും. കുട്ടികളുടെ ഓർമ്മക്കുറവ്, പഠനത്തിൽ ശ്രദ്ധക്കുറവ്, പിന്നെ അതുപോലെ തന്നെ ക്ഷീണം, മയക്കം, ഇതൊക്കെ ഉണ്ടാകാൻ വളരെ ഇതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ജങ്ക് ഫുഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാണോ, അത് ചോദിക്കുന്നതാണ്, ചോദ്യമാണ്. Nutrition is the process by which organisms obtain and utilize food for nutrients from the external environment, which are the different stages of nutrition. എന്തൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? അതായത് ബോഡി സ്ട്രക്ചറിനും അതുപോലെ തന്നെ നമുക്ക് നോക്കാം പോഷകങ്ങൾ, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ബാലൻസ്ഡ് ഡയറ്റ്? അതായത് അക്കോർഡിംഗ് ടു ദ ഏജ്, ജെൻഡർ, അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കുമായിട്ടുള്ള പ്രത്യേക ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് നോക്കുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം വെച്ചാണ് നമ്മളുടെ ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടത്. കൺസെപ്റ്റ് ഓഫ് ഫുഡ് പ്ലേറ്റ്, അതിനെക്കുറിച്ചും ചോദ്യം വരും. എന്താണ് ജങ്ക് ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ. ഇപ്പോൾ അടുത്തത് പോഷകങ്ങൾ. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ജീവികൾ പോഷകങ്ങൾക്കായി ഭക്ഷണം നേടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷകാഹാരം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ല ഫുഡ് ഹാബിറ്റ്സ് എന്താണെന്ന്, അതും ഒരു ചോദ്യമായിട്ട് വരും. പോഷകാഹാരത്തിൽ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാം? ലളിതമായ അവസ്ഥയിൽ നിന്ന് ഒരു സങ്കീർണമായ അവസ്ഥയിലേക്ക്, ഘടനാപരമായ ജീവികളിലേക്ക് മാറുമ്പോൾ പോഷകാഹാര പ്രക്രിയ കൂടുതൽ സങ്കീർണമാകുന്നു. അമീബ, ഏകകോശജീവി, അതാണ് ഈ പറയുന്നത്. പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ becomes more complex as we move from simple complex structured organisms. Nutritional processes of amoeba, unicellular organism and hydra, a multicellular organism, are given in illustration. ഏകകോശജീവി, അമീബ, ഹൈഡ്ര, ബഹുകോശജീവി, ഇവയുടെ പോഷക പ്രക്രിയകൾ നമുക്ക് നോക്കാം. ഒന്ന് അമീബ നിയർ ദ ഫുഡ്. ഹൈഡ്ര paralyzes the prey with the help of tentacles and carries it inside the mouth and then into the body cavity. എന്ന് പറഞ്ഞാൽ എന്താണ്? അമീബ ടെൻറ്റക്കിളുകളുടെ സഹായത്തോടെ ഹൈഡ്ര ഇരയെ തളർത്തുകയും വായ്ക്കുള്ളിലും പിന്നീട് ശരീര അറകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. Digestion begins in the body cavity by the action of enzymes produced by the cells or inner wall of body cavity. Extracellular digestion. സ്യൂഡോപോഡിയ ഉപയോഗത്തിലൂടെ ഭക്ഷണം സെല്ലിലേക്ക് വിഴുങ്ങുന്നു. ശരീരത്തിലെ അറകളുടെ ആന്തരിക ഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനങ്ങളുടെ ശരീര അറയിൽ ദഹനം ആരംഭിക്കുന്നു. പിന്നെ അത് എക്സ്ട്രാ സെല്ലുലർ ഡൈജഷൻ എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് എൻസൈംസ് ഇൻ ദ ഫുഡ്
vacuole completely digest partially digested components that enter the cell. എൻസൈമുകൾ ഭക്ഷണം ദഹിപ്പിക്കുന്നു. ഇൻട്രാസെല്ലുലർ ദഹനം എന്ന് പറയും. ഫുഡ് വാക്കുകളിലെ എൻസൈമുകൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭാഗികമായി ദഹിപ്പിച്ച ഘടകങ്ങളെ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അവശിഷ്ടങ്ങൾ റിമാൻസ് ആർ എക്സ്പെൽഡ് ത്രൂ ദ മൗത്ത്. അവശിഷ്ടങ്ങൾ കോശപ്രതലത്തിലൂടെ പുറന്തള്ളുന്നു. ഇനി അമീബയിലും ഹൈഡ്രയിലുമുള്ള പോഷകാഹാരങ്ങൾ നമുക്ക് നോക്കാം. ബോഡി സ്ട്രക്ചർ പറയുന്നുണ്ട്. ഹിൻസ് ബോഡി സ്ട്രക്ചർ, യൂണിസെല്ലുലർ, അമീബ, ഹൈഡ്ര അങ്ങനെയുള്ള ശ്രദ്ധിച്ചോണം. എക്സ്ട്രാ സെല്ലുലർ ഡൈജഷൻ ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ അഡീഷൻ ടു എക്സ്ട്രാ സെല്ലുലർ digestion when it comes from the unicellular organism amoeba to simple structured multicellular organism hydra. In multicellular organisms, the digestive system and the digestive process have much diversity and complexity in order to meet nutrient requirements. പറഞ്ഞല്ലോ, ഏകകോശജീവിയ അമീബയിൽ നിന്ന് ലളിതമായ, അതായത് ഘടനാപരമായ മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഹൈഡ്രയിലേക്ക് വരുന്നുണ്ട്. സെല്ലുലർ ദഹനത്തിന് പുറമെ അധിക സെല്ലുലർ ദഹനവും ഇതിൽ നടക്കുന്നുണ്ട്. മൾട്ടി സെല്ലുലർ ജീവികളിൽ ദഹന വ്യവസ്ഥയ്ക്കും ദഹന പ്രക്രിയയ്ക്കും പോഷക ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വളരെയധികം വൈവിധ്യങ്ങളുണ്ട്. അതാണ് നമുക്ക് അടുത്ത പേജിലുള്ള. ഹ്യൂമൻസ് ഈറ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഹൗ ഡസ് ദ ഡൈജഷൻ ഓഫ് ദീസ് ന്യൂട്രിയൻസ് ടേക്ക് പ്ലേസ്? എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണങ്ങൾ, മനുഷ്യൻ്റെ പോഷകങ്ങളും ദഹനവും എങ്ങനെയാണ് നടക്കുന്നത്? ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് കെമിക്കൽ ഡൈജഷൻ. ഇത് രണ്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ് ഒരു ചോദ്യമായിട്ട് വരുന്നതാണ്. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ. എന്താണ് മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ? ബ്രേക്ക് ഡൗൺ ഫുഡ് ഇൻ ടു സ്മാളർ പാർട്ടിക്കിൾസ്. This is made possible by chewing the food with the teeth and by the strong contractions of the muscles of stomach and small intestine. അതായത് മെക്കാനിക്കൽ ദഹനം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ ചെറിയ കഷ്ണങ്ങളാക്കി വിഭജിക്കുന്ന. ആദ്യം ഭക്ഷണം പല്ലുകൊണ്ട് ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത്. ഇനി നമുക്ക് കെമിക്കൽ ഡൈജഷൻ നോക്കാം. കോംപ്ലക്സ് ന്യൂട്രിയൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ന്യൂട്രിയൻസ് ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈംസ് ഇൻ ദ ഡൈജസ്റ്റീവ് ജ്യൂസസ്. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകാഹാരങ്ങൾ ആഗിരണം ചെയ്യാവുന്ന ലളിത പോഷകങ്ങളായി വിഘടിക്കപ്പെടുന്നു. പിന്നെ ഇതാണ് ബിഹൈൻഡ് റൂമിനേഷൻ. ഹാവിൻഡ് യു നോട്ടീസ്ഡ്? അപ്പോൾ ഈ പശുക്കളുടെ കാര്യങ്ങളാണ്. ദെയർ ആർ 4 ചേമ്പേഴ്സ് ഇൻ ദ സ്റ്റൊമക്ക് ഓഫ് കൗ. പശുവിന് 4 അറകളുണ്ട് വയറ്റിൽ. റുമൻ, മെറ്റിക്കുലം, ഒമാസം എന്നൊക്കെയാണ് അതിൻ്റെ പേരുകൾ. ഭക്ഷണത്തിൽ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് എന്നീ ഘടകങ്ങൾ റുമനിലും റെറ്റിക്കുലത്തിലും അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുള്ളത്. presence in the microorganisms present in the rumen and reticulum, the process of digestion becomes more effective in them. അതാണ് അത് ചവയ്ക്കുന്നത്, വീണ്ടും വീണ്ടും ചവയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് മൗത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. മൗത്ത്. ടീത്ത് ഹെൽപ്പ് to bite into pieces and chew the food. Tongue and saliva help in the chewing process. You have understood the different types of teeth and their function. Although teeth refers the external structure, they have many similarities in internal structure. അതായത് വ്യത്യസ്ത തരം പല്ലുകൾ അവയുടെ പ്രവർത്തനങ്ങളുമാണ്. ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ളതാണ് പല്ല്. ഇതിൻ്റെ പുറം ആവരണത്തിന് ജീവനില്ല. ഡെൻഡൻ എന്ന് പറഞ്ഞാൽ പല്ല് രൂപപ്പെടുന്ന ജീവനുള്ള ടിഷ്യൂ ആണിത്. ഡെൻഡൻ. ഇനാമൽ ഉണ്ട്. ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അത് ചോദ്യമായിട്ട് വരുന്നതാണ്. ദ ഔട്ടർ കവറിങ് ഓഫ് ദ ടൂത്ത് നോൺ ലിവിങ്. അതിന് ജീവനില്ല, നമ്മൾ പറഞ്ഞല്ലോ. ഡെൻഡൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ടിഷ്യൂ വിത്ത് വിച്ച് ടൂത്ത് ഈസ് ഫോംഡ്. അപ്പോൾ അത് പല്ല് രൂപപ്പെടുന്ന ജീവനുള്ള ഒരു ടിഷ്യൂ ആണ് ഡെൻഡൻ എന്ന് പറയുന്നത്. ഇനി പൾപ്പ് കാവിറ്റി. ദ ഇൻ്റർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത്. സോഫ്റ്റ് കോൺസെൻട്രേറ്റ്
tissue called pulp is in blood vessels, nerves, almost cells, etc. are seen. ഇപ്പം പൾപ്പ് അറ എന്നാണ് അതിന് പറയുന്നത്. പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണത്. പൾപ്പ് എന്നറിയപ്പെടുന്ന മൃദുവായ ഒരു ടിഷ്യൂ അവിടെ കാണപ്പെടുന്നുണ്ട്. രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, ഓഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ഇനി സിമറ്റം, calcium containing connective tissue that holds the tooth in the stalk of the gum. മോണയുടെ ഈ സോക്കറ്റിൽ പല്ലിനെ ഘടിപ്പിക്കുന്ന ഒരു ടിഷ്യൂ അടങ്ങിയ ഒരു കാൽസ്യം സംഗതിയാണത്. നോക്കൂ, അപ്പം പല്ലിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ടൂത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കും. ഇനി സ്റ്റൊമക്കിനെ കുറിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. The strong peristalsis in the stomach converts from food into a paste form. ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലേക്ക് അതാക്കുകയാണ് ചെയ്യുന്നത്. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റൽസിൽ ഭക്ഷണത്തെ പേസ്റ്റ് രൂപത്തിലാക്കുന്നു. The circular muscles of the stomach retain food in the stomach for ample time. ആമാശയത്തിലെ വൃത്താകൃതിയുള്ള പേശികൾ ആമാശയത്തിൽ ഭക്ഷണം ധാരാളം സമയം നിലനിർത്തുന്നു. ഇനിയും ചെറുകുടൽ എന്ന് പറയാം, സ്മാൾ ഇൻറ്റസ്റ്റൈൻ. മെക്കാനിക്കൽ പ്രോസസ് ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ such as peristalsis and segmentation help to facilitate the movement of food and to mix food with digestive juices. ചെറുകുടലിലെ മെക്കാനിക്കൽ പ്രക്രിയകൾ, പെരിസ്റ്റാൽസിസ്, സ്റ്റോർമെൻറ്റേഷൻ തുടങ്ങിയവ കുടലിലെ ഭക്ഷണത്തിൻ്റെ ചലനം സുഗമമാക്കിയവ ദഹനരസങ്ങളുമായി ഭക്ഷണത്തെ കലർത്തുകയും ചെയ്യുന്നു. അതാണ്, ഇത്രയാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആ പേജിൽ. അടുത്തെന്ന് പറഞ്ഞാൽ സ്വാളോവിങ്. സ്വാളോവിങ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ. അനലൈസ് ദ ഇലുസ്ട്രേഷൻ ആൻഡ് ഐഡൻറ്റിറ്റി ദ പൊസിഷൻ ഓഫ് ഫങ്ഷൻസ് ദ എപ്ലോയിഡ്സ് ആൻഡ് ഉൽവ ആൻഡ് ഗെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്വാളോവിങ് പ്രോസസ്. അത് ശ്രദ്ധിക്കുക, ആ ഫോട്ടോ അങ്ങനെയുള്ളത് കാണാൻ. ഫുഡ്, ടങ്, ഉല, ട്രാക്ഷ, അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ടങ്ങിൻ്റെ, ടങ് compresses the food into balls with the help of palate. അതായത് ഭക്ഷണം വിഴുങ്ങുമ്പോൾ ശ്വാസനാളത്തിൽ പ്രവേശിക്കാത്തത് എന്തുകൊണ്ട്? അപ്പം ഉവില, ശ്വാസനാളം, എപ്പിഗ്ലോട്ടിസ്, അന്നനാളം, ശ്വാസനാളം എന്നൊക്കെ പറയുന്നത്. ഇപ്പം നാവിനെക്കുറിച്ചാണ് അതിൻ്റെ താഴെ ഉള്ളത്. അണ്ണാക്കിൻ്റെ സഹായത്തോടെ ഭക്ഷണത്തെ ഉരുളകളായി ചുരുക്കുന്നു. ഇനി രണ്ടാമത്തേത്, ഊല ക്ലോസസ് ദ നേസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഫാർനിക്സ്. ശ്വാസനാളത്തിലേക്ക് തുറക്കുന്ന നാസികാദ്വാരം ഊല അടയ്ക്കുന്നു. അപ്പം അതിലേക്ക് ഭക്ഷണം പോകാനുള്ള സാധ്യത കുറവാണ്. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലൗസ് ഫുഡ് ടു മൂവ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ് ഇൻ ടു ദ ഓസ്ഫോറിസ്. അതായത് നാവിൻ്റെ പിൻഭാഗം ഭക്ഷണം എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് നീങ്ങാൻ അനുവദിക്കുകയാണ്. അടുത്ത്, ട്രാക്സ് റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദ എപ്പിഗ്ലോട്ടിസ്. ശ്വാസനാളം ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് മൗത്തിനെ കുറിച്ച് നോക്കാം. മൗത്ത്, ഇപ്പോൾ അടുത്ത പേജിൽ നിറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളാണ്. The digestion of starch begins with the help of salivary amylase of saliva which is produced from the salivary glands. അപ്പോൾ അത് എന്താണ് എന്ന് ചോദിക്കും. വായുടെ അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്ന ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീർ അമലേസിൻ്റെ സഹായത്തോടെയാണ്. ഇനി അടുത്ത്, ഓസോഫോഗ്സ്. പെരിസ്റ്റൽസിസ് മൂവ്സ് ദ ഫുഡ് ഇൻ ടു സ്റ്റൊമക്ക്. അപ്പം പെരിസ്റ്റാൽസിസിൽ നിന്ന് ഭക്ഷണം ആമാശയത്തിലേക്ക് നീക്കുന്നു. അടുത്ത്, സ്റ്റൊമക്ക്. Hydrochloric acid of gastric juice produced by the gastric glands destroys germs in the food, regulates pH. The enzymes pepsin partially digest the proteins. Lipase help in the digestion of lipids. Mucus protects the stomach wall from the actions of digestive juices. ആമാശയം എന്ന് പറയുന്നത്
ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നു. pH നിയന്ത്രിക്കുന്നു. പെപ്സിൻ എന്ന എൻസൈമുകൾ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പിഡുകളുടെ ദഹനത്തിന് ലിപേഡുകൾ സഹായിക്കുന്നു. ദഹനരസങ്ങളും പ്രവർത്തനങ്ങളിൽ മ്യൂക്കസ് ആമാശയഭിത്തിയെ സംരക്ഷിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് ഓരോന്നും പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോന്ന് വെച്ച് ഇമ്പോർട്ടൻസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കും. അത് ശ്രദ്ധിച്ചോണം. പിന്നെ ലിവർ എന്ന് പറയുന്നത് small intestine, digestive juices produced by the liver and pancreas reach the small intestine and help digestion. Different carbohydrates of intestine juice produced by the small intestine converts complex carbohydrates into simple components like glucose, fructose and galactose. Proteins convert proteins into amino acids. അപ്പോൾ കരളും പാൻക്രിയാസും ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തുകയും പിന്നെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസിൻ്റെ കാർബോഹൈഡ്രേറ്റുകളെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്സോൾ എന്നീ ലളിതമായ ഘടകങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നെ ലിവറിൻ്റെ കാര്യം, produces bile and stores in the gallbladder. Enzymes are absent in bile. It reaches the duodenum and converts fat into small particles and regulates pH. എന്ന് പറഞ്ഞാൽ പിത്തരസം എന്ന് പറയും. അത് ഉൽപ്പാദിപ്പിക്കുന്ന പിത്തസഞ്ചി അത് സൂക്ഷിക്കുകയും ചെയ്യും. അടുത്ത ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോണം. അടുത്ത അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്. അതായത് മനുഷ്യരിലെ ഭക്ഷണം ബാഹ്യകോശ രീതിയാണ് ദഹനം പൂർത്തിയാക്കുന്ന ലളിതമായ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതും ചെറുകുടലിൽ അത് നടക്കുന്നുണ്ട്. അപ്പം ലളിതമായ പോഷകങ്ങളുടെ ആഗിരണം, അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്. ദ സ്മാൾ ഇൻസ്റ്റൈൻ ഈസ് എ ലോങ് കോയിൽഡ് മസ്കുലർ ട്യൂബ് ദാറ്റ് ഈസ് അറൗണ്ട് 6 meters long. 6 meters ലോങ്ങിലാണ് അതുള്ളത്. ആൻഡ് 2.5 centimeters diameter. ചെറുകുടൽ ഏകദേശം 6 മീറ്ററോളം നീളവും 2.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു നീണ്ടു ചുരുണ്ട ഒരു പേശി ട്യൂബാണ്. Duodenum is the initial part of this. The peculiar structure of small intestine is highly helpful for the digestion and absorption process. ഇപ്പോൾ ചെറുകുടലിൻ്റെ ഘടന ദഹനത്തിനും ആഗിരണത്തിനും ഡുയോഡിനം ചെറുകുടലിൻ്റെ ഘടന ദഹനത്തിൻ്റെ ആഗിരണം അതിനൊക്കെ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തെ ഭിത്തിയിലുടനീളം വിരൽ പോലെയുള്ള പ്രൊജക്ഷനുകൾ കാണപ്പെടുന്നു. ഇവയെ വില്ലി എന്നറിയപ്പെടുന്നു. അപ്പോൾ ആ വില്ലി എന്താണ് എന്നുള്ളൊരു ചോദ്യം വരുന്നതാണ്. അടുത്തത് നമുക്ക് നോക്കാം. സിംഗിൾ ലെയർഡ് എപ്പിത്തലിയൽ സെൽസ്, ബ്ലഡ് കാപ്പിലറീസ്, ലാറ്ററൽ. അപ്പം ബ്ലഡിൻ്റെ ബാക്കി ഘടകങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. വെല്ലസ് ആൻഡ് സർഫേസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ, ലാറ്ററൽ ആൻഡ് അബ്സോർപ്ഷൻ, ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് അബ്സോർപ്ഷൻ. അപ്പം അത് ശ്രദ്ധിച്ചോണ്ടാണ്. ബ്ലഡ് ആൻഡ് ലെംസ്, അതായത് പ്ലാസ്മ, വെള്ളം, പ്രോട്ടീനുകൾ, ആൽസുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രനോജിൻ, മറ്റ് ഘടകങ്ങൾ. ഇത് 55% ബ്ലഡിൽ പ്ലാസ്മയുണ്ട്, വാട്ടർ, പ്രോട്ടീൻസ്, ആൽബുമിൻ, ഗ്ലോബുലിൻ, അതർ കോമ്പോണൻസ്. അത് 55% അടുത്തത് 45% ഉള്ളത് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റൽസ്. അടുത്ത ടിഷ്യൂ ഫ്ലൂയിഡ്. എന്താണ് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എന്നുള്ളത്? അത് രണ്ടും പ്രധാനപ്പെട്ടാണ്. ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ലിംഫ്. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ capillaries, the fluid parts of blood vessels into intercellular spaces through minute process of the capillaries wall. This fluid is the tissue fluid. അപ്പോൾ അതിനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റാൻസസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ കാപ്പിലറികളുടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ ദ്രാവക ഭാഗം കാപ്പിലറി മതിലിൻ്റെ സുഷിരങ്ങളിലൂടെ ഇൻ്റർ സെല്ലുലർ സ്പേസുകളിലേക്ക് ഒഴുകുന്നു. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വായിച്ചോണം.
അടുത്ത ലിംഫ് എന്ന് പറയുന്നത് one part of the tissue fluid enters the lymph capillaries. This is called the lymph. ടിഷ്യൂ ദ്രാവകത്തിൻ്റെ ഒരു ഭാഗം ലിംഫിക് ക്യാപ്പിലറികളിൽ പ്രവേശിക്കുന്നു. ഇതിനെ ലിംഫ് എന്ന് വിളിക്കപ്പെടുന്നു. കൊഴുപ്പുകളും മറ്റ് ചില വൈറ്റമിനുകളും ലിംഫുകളിലൂടെ കടത്തിവിടുന്നു. അതാണ് അടുത്തതായിട്ട് എഴുതിയേക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ലിംഫ്. Lymph components formed as a result of fat digestion and fat soluble vitamins are transported through the lymph. അത് ശ്രദ്ധിച്ചോണം പ്രത്യേകം. അടുത്ത ഒന്ന് ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. ദ റോൾ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഓഫ് ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റാൻസസ്. ഫോർമേഷൻ ഓഫ് ലിംഫ്. ദ റോൾ ഓഫ് ലിംഫ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റാൻസസ്. അതായത് ടിഷ്യൂ ദ്രാവകത്തിൻ്റെ രൂപീകരണം, പദാർത്ഥങ്ങളുടെ കൈമാറ്റൽ, ടിഷ്യൂ ദ്രാവകത്തിൻ്റെ പങ്ക്, ലിംഫ് രൂപീകരണം. അതാണ് ഫോർമേഷൻ ഓഫ് ലിംഫ്. പദാർത്ഥങ്ങളുടെ പ്രവർത്തനത്തിൽ ലിംഫിൻ്റെ പങ്ക്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം അത് നോക്കിക്കാണല്ലോ. ദ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലിംഫ് വെസൽസ്, ലിംഫ് നോഡസ്, ഗ്ലാൻഡ്, റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ്. അങ്ങനെയുള്ളത് അത് നോക്കിയാണ് വ്യത്യസ്ത തരം കാര്യങ്ങൾ. അപ്പോൾ നൗ ഹാവിൻ ടു അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ആൻഡ് ലിംഫ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റാൻസസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ബ്ലഡിനെ കൊണ്ടുപോകുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ കാര്യങ്ങളും നമ്മളിപ്പോൾ മേളിൽ പറഞ്ഞു തന്നതാണ്. അത് ശ്രദ്ധിച്ചോണം, നോക്കിക്കോണം. അപ്പം ലിംഫാറ്റിക് സിസ്റ്റം വരെയാണ് ഇപ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാം ഭാഗത്തിൽ കൂടുതൽ വിശദമായിട്ട് പ്രത്യേകം പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ഇതെല്ലാം കൂടെ നമുക്ക് ക്രമീകരിക്കാം. അടുത്ത ചാപ്റ്റർ ഉടനെ അതിനുണ്ടാവും. താങ്ക് യു.